ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ അടുക്കളയിലാട്ടോ ഗൈസ് നിൽക്കുന്നത്. കാരണം ഇന്ന് ഞാൻ ഒരു കൊറിയൻ റാമൻ നൂഡിൽസ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധനം വേറെ നല്ലതല്ല, ഇങ്ങനത്തെ ഒരു പാക്കറ്റിലാണ്. അതൊക്കെ ഞാൻ ഇട്ടിട്ടാ. കാരണം എന്താ വിചാരിച്ചാൽ അന്ന് ഈ വീഡിയോ എടുക്കുകയും കൂടി ഈസി ആയിരിക്കും വിചാരിച്ചു. അതായത് നമ്മൾ ഒരു ഹൈ ഹീറ്റിക്ക് ഇടാം. ഇനി നമുക്ക് നമ്മുടെ ഈ നൂഡിൽസ് ഉണ്ടല്ലോ, കൊറിയൻ നൂഡിൽസാണ്. സോ നമുക്ക് ഇത് ഒന്നൊരു വേവാണല്ലോ. പക്ഷെ ആ കുത്തണം, നമ്മൾ കുത്തിയാൽ മാത്രമേ ഒരു ഇതാവുള്ളൂ, ഒരു അബ്സോർവിങ് ഫാസ്റ്റ് ആവുള്ളൂ. സോ ഞാനിവിടെ കയ്യിലൊക്കെയാണ് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളപ്പൊക്കെ ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് നല്ല ഇഷ്ടമാട്ടോ ഗൈസ്, നിങ്ങളപ്പൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെ ചെയ്യാൻ. അപ്പം നിങ്ങൾ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ നിങ്ങളൊന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പം എന്തൊക്കെ ആയാലും നമുക്ക് എനിക്ക് വേഗം ഒരു 1000 1000 സബ്സ്ക്രൈബേഴ്സെങ്കിലും ആവുന്നുണ്ട്. എത്ര നേരമായിട്ട് മറ്റേ സാധനമൊന്നും കിട്ടിയില്ല കേട്ടോ. നമുക്കിപ്പോൾ ഒരു ഇതൊന്നും കാണാനില്ല. അപ്പോൾ ഗൈസ്, എൻ്റെ അച്ഛൻ ഒരു സാധനം കണ്ടുപിടിച്ച് ഇപ്പം അച്ഛൻ കഴിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നൂഡിൽസ് നമുക്ക് നോക്കാം. ബോയിലിംഗ് ആയിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പോൾ സീസണിങ്സ് വരുന്നുണ്ട്. ആദ്യം നമ്മൾ സീസണിങ് ഓയിലാണ് വന്നിരിക്കുന്നത് കണ്ടത്. പിന്നെ അമ്മയുടെ മിക്സ്ചറാണ്, ഒരു പൊടിയാണ്. ഗൈസിൻ്റെ അച്ഛനുണ്ട് ഇവിടെ. അബ്സോർവ് ചെയ്യണം ഈ വാട്ടറൊക്കെ. ശരിക്കും പറഞ്ഞാൽ മാഗി നൂഡിൽസിൻ്റെ അതൊരു ലുക്കാണ്. സോ എനിക്കൊരു ഡിഫറൻസും കാണില്ല. ഗൈസ്, നമുക്ക് ഒന്ന് അടച്ച് വെക്കണം എന്നൊക്കെ ഉണ്ട്. വലിയൊരു പാത്രത്താ ഇതെന്താ ഇത്? അച്ഛാ, ആ വലിയ പാത്രം അതിലൊക്കെ ഒരു നമ്മുടെ ഓയിലാണ് ഉണ്ടാക്കിയിട്ടായി. ഇനി ഒന്ന് അടച്ച് വെക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളിത് ഏതാ പാട്ട് കമൻറ്റ് ചെയ്യണേ. വേറൊന്നും കൂടി ഉണ്ട്. ഗൈസ്, വേറെ ഒന്നും കൂടി ഉണ്ട്. ഒരു ഇതുണ്ടോ, മീൻസ് ഒരു ഇത് കാണിച്ചല്ലേ. കണ്ടുപിടിക്കൂ ഗൈസ്. എനിക്ക് കൊണ്ടത് റെഡി ആയിട്ടുണ്ടാവും. കാരണം തോന്നേരെ നമ്മൾ അടച്ച് വെച്ചിട്ട് തുണി കണ്ടാ പിടിക്കണുണ്ട്. നന്നായിട്ടായിട്ടുണ്ടല്ലോ ഗൈസ്. കാറ്റ് കാണിച്ചു തരാം കേട്ടോ ഫൈനൽ റിസൾട്ട്. അതൊക്കെ വെള്ളം ഒറ്റിച്ചിട്ടാ. പക്ഷെ ഇച്ചിരി ഉള്ളൂ, പ്രതീക്ഷിച്ചതിനേക്കാട്ടിലും ഇച്ചിരി ഉള്ളോ. എൻ്റെ അമ്മയ്ക്ക് 2 കൊറിയൻ നൂഡിൽസ് ഉണ്ട് മേടിച്ചത്. കണ്ടില്ലേ ഗൈസ്, ഇതാണ് സെക്കൻഡ് കേട്ടാ. ഇത് നമ്മുടെ കൊറിയൻ റോമൻ സ്പൈസി എന്തോ ഇരിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഈ ഓയിൽ ഇടാം.
എനിക്ക് അറിഞ്ഞൂടെ ആദ്യം ഓയിൽ ഇടുന്നുണ്ട് ആദ്യം സീസണിനാണ് ഒരു ഓയിൽ ഇട്ട് നോക്കാം ഗായ്സ് എല്ലാവരും ഒത്തിരി ഫുഡ് കളറിന്റെ ഒരു കളർ ബ്ലഡ് ആണ് ബ്ലഡ് Girl, she's flipping on a damn she a rock star. Make you feeling now, baby, la la. Lisa can make you cheat. Japanese, say yeah. നടക്കാൻ ഒരിക്കലും പാടുന്നതല്ല എൻ്റെ എനമീസിന് പോയി ഞാൻ മണക്കാൻ കൊടുക്കില്ല അമ്മ എനമീസ് ഉണ്ടായിട്ട് വേണ്ടേ നമുക്കൊരു ട്രയാങ്കിൾ കട്ടില്ല അപ്പോൾ അങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുന്ന ഷൂപ്പ് ഇതും റെഡ് ശരിക്കും പറഞ്ഞാൽ എപ്പി നൂഡിൽസിൻ്റെ അതേ വാങ്ങിയിട്ടില്ല ഓ ചിക്കനെ സെലക്ട് ചെയ്യാം ഇതിൽ കുഞ്ഞ ചിക്കൻ പീസ് ഉണ്ട് കേട്ടോ ഇതിന് ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് ഏറ്റവും വരും കാരണം നല്ല എറുബറുക്കും ഞാൻ ഈ നൂഡിൽസിൻ്റെ കിംച്ചി ഫ്ലേവർ ട്രൈ ചെയ്തിട്ടുണ്ട് നല്ല സ്പൈസിയാണ് കേട്ടോ സ്പൈസ് ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാം ഇതും ട്രൈ ചെയ്യാം കാരണം നല്ല എരിവാണ് കാരണം അതൊക്കെ കാണുമ്പോൾ കാരണം കട്ട ചോരയുടെ കളറാണ് കാണിച്ചു കേട്ടോ ഓ ഉറപ്പാണ് നല്ല എരിവുള്ളതാണ് ഓ ഗൈസ് ഇപ്പോൾ എന്താ സ്മെല് ചെയ്യുന്ന അറിയാം ചിക്കൻ സ്പൈസി നൂഡിൽസ് 10 ടിൻ ഒരു നമ്മുടെ മുളക് പൊടി ഇട്ടോ മുളക് പൊടി അയ്യോ ഒരു കോണിൻ്റെ ഒരു ഇൻസ്റ്റൻറ്റ് കപ്പ് നൂഡിൽസ് ഇല്ലേ അതിന് ചിക്കൻ്റെ ഒക്കെ ഒരു ഫ്ലേവറിന് മണം അതിനപ്പോൾ നല്ല ഗ്യാസിൻ്റെ മണമുണ്ട് നല്ല പട്ട ചോരയാണ് ഈശ്വരന്മാരെ ഇത് തൊട്ടിട്ട് ഇത് കഴിച്ചിട്ട് തൊട്ടിട്ട് ഇന്നത് ഈ കടയിലും ഇവിടെ ഒന്നും തുടയ്ക്കാൻ പാടില്ല എവിടെ തൊട്ടാലും എവിടെ തുടച്ചാലും നല്ല ഇതിന് പൊടിക്കടെ ഇപ്പോൾ ചുണ്ട് ഇവിടെ തൊട്ടിയാൽ എൻ്റെ ഫുള്ള് ബോഡി തവണ പറയുന്നത് ഇനി ഗായ്സ് നമ്മൾ മിക്സാക്കി വെക്കുകയാണ് അപ്പം റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഒക്കെ ആ സ്പീഡിൽ നിന്ന് കുറക്കാം അതായത് സ്പീഡിൽ നിന്നല്ല ഫുള്ളായിട്ട് കുറക്കാം ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചിട്ടുണ്ട് പപ്പ ഒരു ഫോർക്ക് ഒരു ബ്ലേഡ് ഫോർക്ക് ഗൈസ് നിങ്ങൾക്ക് ഈ പാട്ട് അറിയോ ഗൈസ് DTUB എന്ന് തോന്നുന്നു ഹിന്ദി സോങ് കേട്ടോ ഗൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല സ്പൈസി തോന്നും സോ ഗൈസ് നമ്മളിപ്പോൾ കൊറിയൻ നൂഡിൽസ് എടുക്കാൻ പോകുന്നു നല്ല രണ്ടാട്ടോ ഗൈസ് എൻ്റെ അച്ഛൻ്റെ റിവ്യൂ ആണ് പൊന്നോ നല്ല എരിവാണ് സോ ഗൈസ് ശരി എന്നാൽ ഗൈസ് എന്നെ സ്റ്റഡിങ് ടേബിൾ മുകളിൽ ഇട്ടാട്ടാ ഗൈസ് ഞാൻ കഴിക്കാറുണ്ട് സോ ഗൈസ് നമുക്ക് റിവ്യൂ ചെയ്യാം വിലയ്ക്കൊക്കെ ആകുമ്പോഴത്തേക്കും വില കൂടുതലുമാണ് മീഡിയം പ്രൈസാണ് സോ നമുക്ക് ടേസ്റ്റാണ് ഇപ്പോൾ മെയിൻ പ്രധാനം കാണുന്നേക്കാളും നല്ലതാട്ടോ ഗൈസ് കളറ് 10 ഇരട്ടിയാണ് ഇതിൽ ഓറഞ്ച് കളർ ദ ഡാർക്കസ്റ്റ് റെഡ്
കഴിക്കാം. ഗൈസ് നിങ്ങൾ കഴിച്ചു നോക്കണം. ആ സീസണിങ് ഓയിൽ ഫുൾ ഒഴിക്കണം. ആ പൊടി ഫുൾ ഇടണം. അച്ഛാ ഒന്നുകൂടി കഴിച്ചേക്കാം. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നല്ല ചൂടുണ്ട് കേട്ടോ. ആ പുക കാണാൻ പറ്റുന്നുണ്ടോ? എൻ്റെ അമ്മേൻ്റെ സീരിയല് എടുത്തത് നാക്കിന് താഴൊക്കെ നല്ല ചൂട്. ഇല്ല എന്നാണ് നോക്കി നോക്കേ. പാലിട്ടില്ല, അതാണ് ഇപ്പൊ പ്രശ്നം. ഹായ് ഗൈസ്, നല്ല എരിവുണ്ട്, എന്നെ കഴിക്കാൻ പാടില്ല. ഇത് കുടിച്ചാലും നിക്കൂല ഈ എരിവ്. നിങ്ങൾക്ക് എരിവ് ഇഷ്ടല്ലേ? ഇതൊരിക്കലും ട്രൈ ചെയ്യരുത്, കാരണം എനിക്ക് എരിവ് ഇഷ്ടമാണ്. ഇത്ര ഇഷ്ടമല്ല കേട്ടോ. സോ അത്രയുള്ളത്. ബാബായ് ബാബായ്, എൻ്റെ റിവ്യൂ അടിപൊളിയാണ്, നല്ല സ്പൈസിയാണ്.